നമുക്കിന്ന് CBSE 7th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ട്രേസിംഗ് ചേഞ്ചസ് ത്രൂ 1000 years എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Take a look at map 1 and 2. Map 1 was made in 1154 CE by the Arab geographer Al-Idrisi. അപ്പോൾ നമുക്കിവിടെ രണ്ട് മാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് പേജിലും സെക്കൻഡ് പേജിലുമായിട്ട് രണ്ട് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് മാപ്പ് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ആണ് കാണിക്കുന്നത്. പക്ഷേ രണ്ട് ഡിഫറെൻ്റ് ആൾക്കാർ രണ്ട് ഡിഫറെൻറ്റ് കാലഘട്ടത്തിൽ വരച്ച മാപ്പാണിത്. അപ്പോൾ ആദ്യത്തെ ഈ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്ന മാപ്പ് എന്ന് പറയുന്നത് ഒരു അറബ് ജിയോഗ്രഫർ അൽ ഇദ്രിസി, അദ്ദേഹം 1154 അത്ര പഴക്കം ചെന്നൊരു മാപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു അറബ് ജിയോഗ്രഫർ ആയിരുന്നു, അദ്ദേഹം വരച്ചതാണിത്. നമുക്ക് നോക്കുമ്പോൾ അറിയാം അധികം ഡീറ്റെയിലിംഗ് ഒന്നും ഇതിൻ്റെ അകത്തില്ല, പിന്നെ കുറച്ചൊക്കെ മിസ്റ്റേക്സും ഇതിൻ്റെ അകത്ത് ഈ ഒരു മാപ്പിനകത്ത് വന്നിട്ടുണ്ട്. The section reproduced here is a detail of the Indian subcontinent from his larger map of the world. Map 2 was made in the 1720s by a French cartographer. അപ്പോൾ ഫസ്റ്റ് മാപ്പിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് തന്നെയാണ്, പക്ഷേ വേൾഡ് മാപ്പിൻ്റെ ചെറിയൊരു പോർഷൻ, ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് വരുന്ന ആ ഒരു പോർഷൻ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് മാപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിന് അത് കുറേ കൂടെ വർഷങ്ങൾക്ക് ശേഷം 1720 ഒരു ഫ്രഞ്ച് കാർട്ടോഗ്രാഫർ വരച്ചിരിക്കുന്ന ഒരു മാപ്പാണ്. കാർട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ സൈഡിൽ കൊടുത്തിട്ടുണ്ട് എ പേഴ്സൺ ഹൂ മേക്സ് മാപ്സ്. അപ്പോൾ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർട്ടോഗ്രാഫർ എന്ന്. അപ്പോൾ ഇവിടെ ഒരു ഫ്രഞ്ച് കാർട്ടോഗ്രാഫർ 1720 വരച്ചിരിക്കുന്നതാണ് സെക്കൻഡ് മാപ്പ് കാണിച്ചിരിക്കുന്നത്. The two maps are quite different even though they are of the same area. രണ്ടും ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ സെക്കൻഡ് മാപ്പ് നോക്കുമ്പം ഓൾമോസ്റ്റ് ഇന്ത്യയുടെ ആ ഒരു ഷേപ്പ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഫസ്റ്റ് മാപ്പിൽ ഇന്ത്യ ആണോ എന്ന് തന്നെ നമുക്കൊരു ഡൗട്ട് തോന്നും അല്ലേ. അത്ര എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് മാപ്പാണ് ഇവിടെ നമുക്ക്, അതും സെയിം പ്ലേസിൻ്റെ ആണെന്ന് ഓർക്കണം. അതാണ് നമ്മളിവിടെ കാണുന്നത്. In Al-Idrisi's map, South India is where we would expect to find North India and Sri Lanka is the island at the top. ഇപ്പോൾ ഫസ്റ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ ശ്രീലങ്ക മുകൾ ഭാഗത്ത് ഏതോ ഒരു ഐലൻഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നോർത്ത് ഇന്ത്യ ഇരിക്കുന്ന അടുത്ത് സൗത്ത് ഇന്ത്യ, അങ്ങനെ ഫുൾ തലതിരിഞ്ഞ് കിടക്കുന്ന ഒരു മാപ്പാണ് ഇത്. Place names are marked in Arabic and there are some well-known names like Kanuj in Uttar Pradesh. അതേപോലെ തന്നെ ഇദ്ദേഹം പേരുകളൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത് അറബിക്കിലാണ്. പിന്നെ ഒരു വെൽ നോൺ പ്ലേസ് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കനുജ്, ഉത്തർപ്രദേശിലെ കനുജിനെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. Map 2 was made nearly 6,000 years after Map 1, during which time information about the subcontinent had changed considerably. അപ്പോൾ ഇത് വെറും മിസ്റ്റേക്ക് അല്ല, ഇവർക്ക് ആ ടൈമിൽ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് അവർ വരച്ചിരിക്കുന്ന രണ്ട് ഡിഫറെൻറ്റ് മാപ്പുകളാണിത്. അപ്പോൾ ആ ഫസ്റ്റ് മാപ്പിന് ശേഷം 600 വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്ത ഒരു മാപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കിന് ടെക്നോളജി കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുണ്ടല്ലേ, കുറേ കൂടി ഇൻഫർമേഷൻസ് ഒക്കെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഫ്രഞ്ച് കാർട്ടോഗ്രാഫറിന് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാപ്പ് വരയ്ക്കാനായിട്ട് സാധിച്ചത്. This map seems more familiar to us and the coastal areas in particular are surprisingly detailed. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇപ്പം നമ്മൾ കാണുന്ന ഇന്ത്യയുടെ ആ മാപ്പിനോട് ഏകദേശം സാദൃശ്യമൊക്കെ ഈ ഒരു മാപ്പിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് കോസ്റ്റൽ ഏരിയാസും അതേപോലെ തന്നെ ഓരോരോ പ്ലേസസ് നമ്മളത് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ കാണാം, ഓരോ സ്ഥലങ്ങളും ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. This map was used by European sailors and merchants on their voyages. അപ്പോൾ ഇവർ ഈ യൂറോപ്യൻ സെയിലേഴ്സും മെർച്ചൻസും അവരുടെ ആ ഒരു ട്രാവലിംഗ് ടൈമിൽ അവർ യൂസ് ചെയ്തിരുന്നത് ഈ ഒരു സെക്കൻഡ് മാപ്പാണ്. Equally important is the fact that science of cartography differed in the two periods. അതേപോലെ തന്നെ കാർട്ടോഗ്രഫി എന്താണ്, അതല്ലെങ്കിൽ അതിൻ്റെ സയൻസ് ഈ രണ്ട് കാലഘട്ടത്തിലും ഡിഫറെൻ്റ് ആയിരുന്നു. When historians read documents, maps and texts from the past, they have to be sensitive to the different historical backgrounds, the context in which information about the past was produced. അതേപോലെ തന്നെ ഹിസ്റ്റോറിയൻസ് കഴിഞ്ഞ കാലഘട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് അവർ ഡോക്യുമെൻറ്റ്സ് വായിക്കുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ മാപ്സ് ഈ ടെക്സ്റ്റുകളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് അവർ ആ ഓരോരോ ടൈം പീരീഡ് അനുസരിച്ചിട്ട് വേണമായിരുന്നു അവർ നോക്കാൻ. അതായത് ഓരോ കാലഘട്ടത്തിലും ഓരോ ടൈപ്പ് മീനിങ് ആയിരുന്നു ഈ ഓരോരോ വാക്കുകൾക്കും, അല്ലെങ്കിൽ ആ ഓരോ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആ ഓരോ പീരീഡ് അനുസരിച്ചിട്ട് ഇങ്ങനെ ഡിഫേർഡ് ആയിരുന്നു. അപ്പോൾ അവർ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണമായിരുന്നു ഈ ഹിസ്റ്റോറിയൻസ് ഈ ഹിസ്റ്ററി അല്ലെങ്കിൽ എന്തായിരുന്നു പണ്ട് പാസ്റ്റിൽ നടന്നിരുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ന്യൂ ആൻഡ് ഓൾഡ് ടെർമിനോളജീസ്. അപ്പോൾ പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന വേർഡ്സ്, ടെർമിനോളജീസ് എന്ന് പറഞ്ഞാൽ വേർഡ്സ് ആണ്. അപ്പോൾ പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഈ ടേംസിന് ഇന്നത്തെ കാലത്ത് ഡിഫറെൻറ്റ് മീനിങ് ആണ്.
അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ന്യൂ ആൻഡ് ഓൾഡ് ടെർമിനോളജീസ്, അതായത് ഒരേ വാക്കിന് രണ്ട് കാലഘട്ടത്തിൽ രണ്ട് മീനിങ്. ഇഫ് ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ഇൻഫർമേഷൻ ഈസ് പ്രൊഡ്യൂസ് ചേഞ്ചസ് വിത്ത് ടൈം, വാട്ട് അബൌട്ട് ലാംഗ്വേജ് ആൻഡ് മീനിങ്സ്? അപ്പോൾ അതായത് ഓരോരോ ഇൻഫർമേഷൻസ്, അതായത് ഓരോരോ ഡീറ്റെയിലിങ്സ് ഒക്കെ ആണെങ്കിൽ ഓരോ കാലഘട്ടം അനുസരിച്ച് മാറി മാറി വരും. അപ്പോൾ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന വാക്കുകളും ഇതേപോലെ തന്നെ മാറും, അല്ലെങ്കിൽ ആ വാക്കുകളുടെ മീനിങ്ങും മാറിയിട്ടുണ്ടാകും. Historical records exist in a variety of languages which have changed considerably over the years. അപ്പോൾ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ആണെങ്കിലും അതിൻ്റെ യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജസ് അല്ലെങ്കിൽ ഓരോ വാക്കുകളും കാലഘട്ടം അനുസരിച്ച് മാറി മാറി വന്നു. മെഡീവൽ പേർഷ്യൻ ഫോർ എക്സാമ്പിൾ ഇസ് ഡിഫറെൻറ്റ് ഫ്രം മോഡേൺ പേർഷ്യൻ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മിഡ് പീരീഡിൽ യൂസ് ചെയ്തിരുന്ന പേർഷ്യൻ ലാംഗ്വേജും ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന പേർഷ്യൻ ലാംഗ്വേജും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. The difference is not just with regard to grammar and vocabulary, the meaning of words also change over time. അപ്പം നമ്മൾ ആ യൂസ് ചെയ്തിരുന്ന ഗ്രാമറിനോ അല്ലെങ്കിൽ വാക്കുകൾക്കോ വരുന്ന മാറ്റമല്ല, ഈവൻ മീനിങ് പോലും വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാക്ക് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു വാക്കിന് ഓരോ കാലഘട്ടത്തിലും പല പല മീനിങ്ങുകളാണ് വന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. ടേക്ക് ദ ടേം ഹിന്ദുസ്ഥാൻ ഫോർ എക്സാമ്പിൾ. ടുഡേ വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആസ് ഇന്ത്യ, ദ മോഡേൺ നേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന വാക്ക് ഇപ്പം നമ്മുടെ മൈൻഡിലേക്ക് ഓടിയെത്തുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരുന്ന മീനിങ് എന്താണ്? നമ്മുടെ ഇന്ത്യ അല്ലേ, നമ്മുടെ ഈ രാജ്യമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. When the term was used in 13th century by Minhaj-i-Siraj, a chronicler who wrote in Persian, he meant the areas of Punjab, Haryana and the lands between Ganga and Yamuna. അപ്പോൾ ഈ വാക്ക് 13th സെഞ്ച്വറിയിൽ ഒരു ക്രോണിക്ലർ മിൻഹാജ്-ഐ-സിറാജ്, അദ്ദേഹം ഒരു 13th സെഞ്ച്വറി ക്രോണിക്ലർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ വാക്ക് യൂസ് ചെയ്തപ്പോൾ, അദ്ദേഹം പേർഷ്യൻ ലാംഗ്വേജിൽ ആദ്യമായിട്ട് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക് യൂസ് ചെയ്തപ്പം അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി പഞ്ചാബ്, ഹരിയാന, ഗംഗ, യമുന ഈ നദികൾക്കിടയിലുള്ള ലാൻഡ്, അത്രയും പ്ലേസസ് മാത്രമേ അദ്ദേഹം ഈ ഒരു വാക്ക് കൊണ്ട് മീൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. He used the term in the political sense of for lands that were a part of the dominions of Delhi Sultan. അതായത് കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡൽഹി സുൽത്താൻ്റെ അണ്ടറിലുണ്ടായിരുന്ന ലാൻഡുകൾക്ക് മാത്രമേ ഈ ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. The areas included in this term shifted with the extent of Sultanate, but the term never included South India. പിന്നീട് ഏരിയാസ് ഒക്കെ മാറി മാറി വന്നെങ്കിലും ഒരിക്കൽ പോലും സൗത്ത് ഇന്ത്യ ഈ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. By contrast, in the early 16th century, Babur used Hindustan to describe the geography, the fauna and the culture of the inhabitants of the subcontinent. ഇതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ബാബർ 16th സെഞ്ച്വറിയുടെ സ്റ്റാർട്ടിങ്ങിൽ അദ്ദേഹം ഈ വാക്ക് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇവിടുത്തെ ഭൂപ്രകൃതി, ഇവിടുത്തെ വെജിറ്റേഷൻ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ജോഗ്രഫിയെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ആ സമയത്ത് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തത്. അപ്പോൾ 13th സെഞ്ച്വറിയിൽ കുറച്ച് ഏരിയാസ്, നമ്മുടെ ഇന്ത്യയുടെ കുറച്ച് ഏരിയാസ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തായിരുന്നു ഹിന്ദുസ്ഥാൻ. അതിനുശേഷം 16th സെഞ്ച്വറി ആയപ്പോഴത്തേക്കിന് ഇവിടുത്തെ ജിയോഗ്രഫി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്ക് യൂസ് ചെയ്തത്. അപ്പോൾ നോക്ക്, ഈ 2 സെഞ്ച്വറീസ് ആയപ്പോഴത്തേക്കിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ആണ് നമ്മുടെ ഈ ഹിന്ദുസ്ഥാന് ഉണ്ടായത്. As we will see later in the chapter, this was somewhat similar to the way the 14th century poet Amir Khusro used the word Hind. While the idea of a geographical and cultural entity like India did exist, the term Hindustan did not carry the political and national meanings which we associate with it today. അതായത് ഇന്നത്തെ പോലെ ഈ ഒരു രാജ്യം കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം കാണിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ആയിരുന്നില്ല പിന്നീട് 14th സെഞ്ച്വറിയിൽ അമീർ ഖുസ്രു എന്ന് പറയുന്ന പോയറ്റ് പോലും ഈ ഹിന്ദ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഓരോ സെഞ്ച്വറി അനുസരിച്ചിട്ട് ഈ ഒരു വാക്ക് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾ ടേമിന് പോലും ഡിഫറെൻറ്റ് മീനിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ നമുക്ക് വേറൊരു ടേമിനെ കുറിച്ചുകൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്, ഫോറിനർ എന്ന് പറയുന്ന വാക്ക്. ഇതും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് ആയിരുന്നു ഓരോരോ കാലഘട്ടത്തിൽ ഉണ്ടായത്. Historians today have to be careful about the terms they use because they meant different things in the past. അപ്പോൾ ഹിസ്റ്റോറിയൻസ് ഓൾറെഡി ഈ ഒരു പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉള്ള ഹിന്ദുസ്ഥാൻ്റെ ആ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ തന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് റിപ്പീറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ തരാത്തെ. നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടെ ട്യൂഷൻ ക്ലാസ്, ഇൻഡിവിജ്വൽ ക്ലാസ്സസും ഗ്രൂപ്പ് ക്ലാസ്സസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ് നിങ്ങൾ ചൂസ് ചെയ്യാം.
അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്, MCQs ഒക്കെ ആണെങ്കിലും അവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ തരാത്തത്. ഇത് ജസ്റ്റ് എക്സ്പ്ലനേഷൻ മാത്രമാണ്. അപ്പം ഇവിടെ ഫോറിനർ എന്ന് പറയുന്ന ഒരു വാക്ക് വെച്ചിട്ട് അതിന് ഡിഫറെൻറ്റ് മീനിങ്സ് ഉണ്ട്. അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Take for example a simple term like foreigner. It is used today to mean someone who is not an Indian. അപ്പോൾ ഫോറിനർ എന്ന് പറയുന്ന ഒരു വാക്ക് ഇപ്പം നമ്മൾ ഫോറിനർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വന്ന ഒരാൾ അല്ലേ, വേറെ ഏതോ ഒരു രാജ്യത്തു നിന്ന് വന്ന ഒരാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോറിനർ അല്ലേ. അതാണ് ഇന്നത്തെ കാലത്ത് ആ വേർഡിൻ്റെ മീനിങ്. In the medieval period, a foreigner was any stranger who appeared, say, in a given village, someone who was not a part of that society or culture. മിഡീവൽ പീരീഡിൽ ഫോറിനർ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വില്ലേജിൽ നിന്ന് വന്നു. അതായത് ഇപ്പം നമ്മളൊരു വില്ലേജായിട്ട് താമസിക്കുകയാണ്, അപ്പോൾ ഇവിടെ കാണാത്ത ഒരാൾ നമ്മുടെ വില്ലേജിലേക്ക് വന്നു. സെയിം രാജ്യമാണ് അല്ലെ സെയിം സ്റ്റേറ്റ് പോലുമാണ്, പക്ഷേ നമ്മുടെ ഈ ഒരു വില്ലേജിലേക്ക് പുതിയൊരാൾ വന്ന അയാളെ നമ്മൾ ഫോറിനർ എന്നാണ് പറയുന്നത്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ വേറെ രാജ്യത്തു നിന്ന് വരുന്ന ഒരാളെയാണ് ഫോറിനർ എന്ന് പറയുന്നതെങ്കിൽ അന്ന് മിഡീവൽ പീരീഡിൽ വേറൊരു വില്ലേജിൽ നിന്ന് വന്ന ആളെ പോലും നമ്മൾ ഫോറിനർ എന്നായിരുന്നു പറയുന്നത്. A city dweller therefore might have been regarded a forest dweller as a foreigner. But two peasants living in the same village were not foreigners to each other, even though they may have had different religious or caste backgrounds. അതായത് ഒരു സിറ്റിയിൽ താമസിക്കുന്ന ആൾ ഫോറസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കിന് അയാൾ ഒരു ഫോറിനറാണ്, അല്ലെ ഫോറസ്റ്റിൽ താമസിക്കുന്ന ആൾ സിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കിന് അയാൾ ഒരു ഫോറിനറാണ്. പക്ഷേ ഇവർക്ക് ചിലപ്പം ഒരേ വില്ലേജിൽ താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് സെയിം ആയിട്ടുള്ള ഒന്നും തന്നെ കാണത്തില്ല. റിലീജിയൻ ഡിഫറെൻ്റ് ആണ്, കാസ്റ്റ് ഡിഫറെൻ്റ് ആണ്, എന്നാൽ പോലും അവരെ ഫോറിനേഴ്സ് എന്ന് പറയില്ല. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന്, അതായത് ഒരു കാട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു സിറ്റിയിൽ നിന്നോ ഒരാൾ വരികയാണെങ്കിൽ ആ ആളെ ഫോറിനർ എന്നായിരുന്നു ഈ ഒരു മിഡീവൽ പീരീഡിൽ പറഞ്ഞിരുന്നത്.